നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. നോമ്പ് കാലത്തിൻ്റെ 19-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ട അതിമനോഹരമായ ഒരു ചിന്താവിഷയം ഇത് തന്നെയാണ്. ആഡ്വെൻറ്റ് ഈസ് ദ ടൈം ഓഫ് ഡിസിഷൻ. ആഡ്വെൻറ്റ് എന്ന് പറയുന്നത്, ആഗമന കാലം എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റെ കാലം മാത്രമല്ല, രക്ഷകനെക്കുറിച്ച് വെറുതെ ധ്യാനിച്ചു പോകാനുള്ള ഒരു കാലം മാത്രമല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലം കൂടിയാണ്. അതാണ് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇപ്പോൾ തീരുമാനിച്ചാൽ ഈ നിമിഷം മുതൽ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. ഡോൺ ബോസ്കോ പറയുന്ന ഒരു കാര്യമുണ്ട്, ടുമോറോ മേ ബി ടു ലേറ്റ്. നാളെ നീ ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ നിമിഷം, ദ വെരി മൊമെന്റ് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. നീ ഒരു തീരുമാനമെടുക്കണം. എന്താണ് ആ തീരുമാനം? ഇന്നു മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അത് ദൈവവുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കാം. ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം സഞ്ചരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്ത് അകന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പോയി ഞാൻ കുമ്പസാരിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. കൂദാശകളെ സ്നേഹിക്കും. എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അങ്ങനെ തീരുമാനങ്ങൾ ഈ നിമിഷമെടുത്ത് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഹൃദയത്തിൽ മനോഹരമായ പുൽക്കൂട് ഈശോയ്ക്ക് വേണ്ടി നമുക്ക് തീർക്കാം. അതുകൊണ്ട് മറക്കരുത്, ആഡ്വെൻറ്റ് ഈസ് ദ സീസൺ ഓഫ് ഡിസിഷൻ.